പാലക്കാട്ടെ 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തതിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിനെതിരെ SFI പ്രതിഷേധം. സ്കൂൾ മതിൽ ചാടിക്കടന്നതോടെ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്കൂളിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. 9ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഡിവിഷൻ മാറ്റി സ്കൂൾ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടതോടെ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടെന്നും കുടുംബം ആരോപിച്ചു. മോളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് പാരൻസ് ഒപ്പിട്ട് തരണമെന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റർ തരാം, പക്ഷേ അത് നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കൂളിൻ്റെ നടപടി, അത് സ്വീകരിക്കാമെന്ന് എഴുതിയിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, 8ാം ക്ലാസ്സിൽ തന്നെ കൊണ്ടുവരുത്തും എന്ന് പറഞ്ഞിട്ട് എഴുതി തരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത എക്സാമിന് മാർക്കെല്ലാം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചർ അവളെ ക്ലാസ് ടീച്ചറെ വിളിച്ചായിരുന്നു. കുഴപ്പമില്ല, നല്ലതാണ് എന്നെല്ലാം പറഞ്ഞ് വിളിച്ചായിരുന്നു. ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ട ആ ഒരൊറ്റ വിഷമാണ് എൻ്റെ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അവസാനത്തെ ഈ അവരെ ഷഫ്ലിംഗ് ആണ് അവളെ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്. സ്കൂളിലെ PTA യോഗം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അജിത് ബാബു ചേരുകയാണ് പാലക്കാട് നിന്ന്. അജിത്ത്, സ്കൂളിലേക്കൊക്കെ സന്തോഷത്തോടെ പോകണം കുട്ടികളെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഇത് കുട്ടികൾക്കാകട്ടെ രക്ഷിതാക്കൾക്കാകട്ടെ ഭയം തോന്നുന്ന തരത്തിലാണ് സ്കൂളിലെ എല്ലാ ഇടപെടലും. ഓരോ രക്ഷകർത്താക്കളായി ഇത്തരത്തിൽ അവരുടെ അനുഭവങ്ങൾ പറയുകയാണ്. ഇവിടെ ആദ്യമായി സംസാരിച്ച രക്ഷകർത്താവ് പറഞ്ഞത് PTA അംഗമായിരുന്നു താൻ കഴിഞ്ഞ വർഷം, പക്ഷെ എന്നിട്ടും ഒരു റോളും ലഭിച്ചില്ല. PTA എന്നത് ഇവിടെ വെറും ഒരു സംവിധാനം മാത്രമാണ്, അതൊരിക്കലും വിളിച്ചു ചേർക്കാറില്ല. കഴിഞ്ഞ വർഷം 2 തവണ മാത്രമാണ് PTA യോഗം ചേർന്നത്. സുതാര്യതയില്ലായ്മയാണ് സ്കൂളിന്റെ പ്രശ്നം എന്നുള്ളതാണ് സംസാരിച്ചത്. മറ്റൊരുപാട് രക്ഷകർത്താക്കളും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വിദ്യാർത്ഥികളോടൊരു സൗഹാർദ്ദപരമായ സമീപനമോ സംസാരിക്കാനുള്ള സ്പേസോ ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രക്ഷകർത്താക്കൾ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ വർഷം 2 PTA യോഗം മാത്രമാകെ മാത്രമല്ല ഈ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഒരു രക്ഷകർത്താവ് പറഞ്ഞു. അതായത് ബുക്ക് കൊണ്ടുവരാത്തതിന് സ്റ്റെല്ല എന്ന് പറയുന്ന അധ്യാപിക ഈ കുട്ടിയുടെ മുഖത്തടിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതിന്റെ ട്രോമയിൽ ഈ കുട്ടി മറ്റൊരു കുട്ടി ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. തുറന്നു പറഞ്ഞ കുട്ടിക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന്, ഈ പറഞ്ഞ കുട്ടികൾക്കെല്ലാം നടപടി എതിരെ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി രക്ഷകർത്താക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 8ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച ഒരു വിദ്യാർത്ഥി 9ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് തോറ്റാൽ ഇത്തരത്തിൽ വീണ്ടും 8ാം ക്ലാസ്സിലേക്ക് ഇരുത്തുമെന്ന് എഴുതി വാങ്ങിച്ചു എന്നുൾപ്പെടെയുള്ളത് മറ്റൊരു രക്ഷകർത്താവും പറഞ്ഞു. അതായത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ആശ്രിതന്തയ്ക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കളുടെ എല്ലാം പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സമാനമായ സാഹചര്യങ്ങളാണ് ഈ സ്കൂളിൽ മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നതിന് കൃത്യമായ വിവരങ്ങളാണ് ഓരോ രക്ഷകർത്താവും പങ്കുവെക്കേണ്ട സാഹചര്യം. ഇതിൽ മാനേജ്മെന്റ് ഉൾപ്പെടെ പ്രതികരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം PTA യോഗം ഇപ്പോൾ ചേരും, PTA യോഗം തെരഞ്ഞെടുക്കും. ആ PTAയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് കാര്യങ്ങൾ പോകുക. ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പ്രിൻസിപ്പലിനെ കാണാനുള്ള സൗകര്യം ഒരുക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരിഹരിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറന്നു പ്രവർത്തിക്കുമെന്നും അന്നു മുതൽ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്നും സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും സ്കൂൾ മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങളടക്കം ഉയർന്നു വരുന്നതിന് പിന്നാലെയാണ് ഈ ഖേദപ്രകടനം ഉൾപ്പെടെ ഉണ്ടായത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഴ്ച പറ്റിയെന്നാണ് ഇത്തരത്തിൽ പറഞ്ഞത്. മറ്റേത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മരണത്തിന് ശേഷവും സ്കൂൾ ഗ്രൂപ്പിൽ എന്തുകൊണ്ടാണ് അവധി എന്ന് പോലും പറയാതെ ഈ കുട്ടിയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും പോസ്റ്റ് ചെയ്തിരുന്നില്ല. അതിന് വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടായപ്പോൾ വീഴ്ച പറ്റിയെന്ന് തുറന്ന് സമ്മതിച്ചു. തിങ്കളാഴ്ച മുതൽ പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. കുട്ടികൾക്കായി പുതിയ കൗൺസിലറെ നിയമിക്കും. അധ്യാപകർക്കും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ മുഴുവൻ അധ്യാപകരുടെയും വിദ്യാഭ്യാസ യോഗ്യത പരസ്യപ്പെടുത്തണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കൂടി രക്ഷകർത്താക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇവിടെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹമുണ്ട്. രക്ഷകർത്താക്കൾ തങ്ങളുടെ അഭിപ്രായം പറയുകയാണ്. പലതവണയും ഇത്തരത്തിൽ ഈ മാനേജ്മെന്റ് പ്രതിനിധികളുമായി വലിയ തരത്തിലുള്ള വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. എന്തായാലും പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ PTA യോഗം ഇപ്പോൾ അവിടെ നടക്കാൻ പോവുകയാണ്. ഓരോ രക്ഷിതാക്കളും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ അറിയിക്കുന്നത്. എല്ലാ തരത്തിലും PTA യുടെ പുതിയ കമ്മിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും
രക്ഷിതാക്കൾക്ക് ഇടപെടാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുമെന്നാണ് മാനേജ്മെന്റ് അറിയിക്കുന്നത്.